നമുക്കിന്ന് നല്ല സൂപ്പർ ടേസ്റ്റിൽ ഒരു ചെമ്മീൻ കറി തയ്യാറാക്കാം. ചോറിനൊപ്പം ചെമ്മീൻ കറി കൂട്ടി കഴിച്ചവർ അതിൻ്റെ ടേസ്റ്റ് ഒരിക്കലും മറക്കില്ല. ചെമ്മീൻ കറി തയ്യാറാക്കാൻ 3 ടേബിൾ സ്പൂൺ തേങ്ങ ചെരുകിയത്, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. തേങ്ങ വളരെ കുറച്ച് മാത്രം അരച്ചാൽ മതി. നമ്മൾ ഈ കറിയിൽ കുറച്ച് തേങ്ങാപ്പാൽ കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഒരു 300 ഗ്രാം ചെമ്മീൻ ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റ് ആണ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. 4 ചെറിയുള്ളിയും ചെറിയ പീസ് ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് ചതച്ചതിന് ശേഷം ചെമ്മീനിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് നേരത്തെ അരച്ചു വെച്ച അരപ്പ് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി 2 കപ്പ് തേങ്ങാപ്പാൽ, ലൂസായിട്ടുള്ള തേങ്ങാപ്പാലാണ്, 1-ാം പാലും 2-ാം പാലും മിക്സ് ചെയ്തതാണ്. ഇതും ഒഴിച്ചു കൊടുക്കണം. അടുത്തതായി ഒരു തക്കാളി എരിഞ്ഞതും 1 വലിയ പീസ് കുടംപുളിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കറി തിളപ്പിക്കണം. കറി തിളച്ചു വന്നാൽ സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് ചെമ്മീൻ വെന്ത് വരുന്നവരെ വേവിക്കണം. നമ്മൾ ഈ കറിയിൽ കാശ്മീരി മുളക് പൊടി ചേർത്തുകൊണ്ടാണ് കറിക്ക് ഇത്രയും കളർ കിട്ടിയത്. ഇപ്പോൾ ചെമ്മീൻ വെന്ത് കറി കുറുകി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ സ്റ്റൗ ഓഫ് ചെയ്ത് കറിയിലേക്ക് ഉള്ളി കാച്ചിയിടാം. ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് 5 ചെറിയുള്ളി അരിഞ്ഞതും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ഉള്ളി മൂത്ത് വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കണം. കറി വെച്ച് 1 മണിക്കൂറിന് ശേഷം സെർവ് ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുക.